ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ പെട്ടെന്നുണ്ടാക്കാൻ പറ്റിയ ഒരു ക്യാരറ്റ് തോരനാണ് ഉണ്ടാക്കുന്നത്. ക്യാരറ്റിൻ്റെ ഗുണത്തിനെ പറ്റി പറയേണ്ടതില്ലല്ലോ. ബോഡിക്ക് കളർ ഉണ്ടാവാനും വൈറ്റമിൻസും എല്ലാം ഉള്ള ഒരു സംഭവമാണ് ക്യാരറ്റ്. ഇത് നമുക്ക് എങ്ങനെ പെട്ടെന്നുണ്ടാക്കാമെന്ന് നന്നായി കഴുകി വൃത്തിയാക്കി നല്ലൊരു സ്ക്വയർ പീസാക്കി എടുക്കുക. ചോപ്പറിലിട്ട് ക്യാരറ്റ് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാവുന്നതാണ്. നല്ല നല്ല പാകത്തിന് നമുക്ക് ഒന്ന് ചോപ്പറിലിട്ട് അടിച്ചെടുക്കുമ്പോൾ ഇതേപോലെ കിട്ടും. അതിലേക്ക് നമുക്ക് ഒരു സവാള മൊത്തമായിട്ട് ചേർക്കേണ്ടതുണ്ട്, എങ്കിലേ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. പക്ഷേ സവാള നമ്മൾ ഒരുപാട് ചേർക്കേണ്ട ആവശ്യമില്ല. സവാള ഒരുപാട് ചേർക്കുമ്പോൾ മധുരിക്കും. അതുകൊണ്ട് നമുക്ക് കുറച്ചേ ചേർക്കാവുള്ളൂ. സവാള എല്ലാം കൂടി നന്നായിട്ട് അരിഞ്ഞ് അതും ചോപ്പറിലിട്ട് തന്നെയാണ് ഞാൻ പെട്ടെന്ന് അടിച്ചെടുത്തത്. നല്ല നല്ല ടേസ്റ്റോടെ നല്ല കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് നല്ല ടേസ്റ്റോടെ ഉള്ള ഒരു തോരൻ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അത് വെറും പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതുമാണ്. അതിനായിട്ട് ചട്ടി അടുപ്പത്ത് വയ്ക്കുക, കടുക് വറുക്കുക. കൂടുതലൊന്നുമില്ല, കടുക് വറുക്കുക. അതിലേക്ക് 3-4 വറ്റൽമുളക് ഇടുക. അത് നന്നായിട്ട് ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് 4-5 കറിവേപ്പില അതിലും കൂടെ ഇട്ട് ഒന്നെടുക്കുക. അതിലേക്ക് ഈ അരിഞ്ഞ് വെച്ചേക്കുന്ന ക്യാരറ്റും സവാളയും ഇതെല്ലാം കൂടി അതിലേക്കൊന്ന് ഇട്ട് ഒരു മൂടി കൊണ്ട് നമുക്ക് അടച്ച് വയ്ക്കാവുന്നതാണ്. ആവശ്യത്തിനുള്ള ഉപ്പും അതിൽ ചേർക്കുക. ഇനി നമുക്ക് അതിലേക്ക് തോരത്തിന് ആവശ്യത്തിനുള്ള സാധനങ്ങൾ എടുക്കാവുന്നതാണ്. കുറച്ച് തേങ്ങ, 2 പച്ചമുളക്, 5-6 കറിവേപ്പില, ജീരകം, മഞ്ഞൾപ്പൊടി 1 സ്പൂൺ, ഒരു കുഞ്ഞ് സ്പൂൺ മുളക് പൊടി, ഇവയെല്ലാം കൂടി ആണ് ഇതിന് ഉള്ള ചേരുവ. ഇടയ്ക്കിടയ്ക്ക് ഇത് തുറന്ന് ഒന്ന് നോക്കുകയും ഒന്ന് ഇളക്കി കൊടുക്കുകയും ഒക്കെ ചെയ്യാം. അല്ലാതെ വെള്ളം ഒഴിക്കുകയോ എണ്ണ ഒഴിക്കുകയോ ഒരു ആവശ്യവും ഇല്ല. ആവിയിലിരുന്ന് അത് നന്നായി തന്നെ വെന്ത് വരുന്നതാണ്. ആ സമയം കൊണ്ട് നമുക്ക് ജാറിലിട്ട് അരച്ചെടുക്കാവുന്നതാണ്. ഇതാ നിങ്ങൾക്ക് തുറന്ന് നോക്കുമ്പോൾ നന്നായിട്ട് കാണാം. അതിൽ നിന്നുള്ള വെള്ളം ഊറി വരുന്നതും നല്ല ആവിയിൽ അത് വേവുന്നതും ഒക്കെ കാണാവുന്നതാണ്. എന്താ ഈ ഒരു പരുവമായി ആ വെള്ളം ഊറി വന്ന വെള്ളമെല്ലാം വറ്റി വരുന്ന സമയത്ത് നമുക്ക് അരച്ച് വെച്ചേക്കുന്ന തോരത്തിൻ്റെ കൂട്ട അതിലേക്കിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോഴത്തേക്കും നമ്മളെ ക്യാരറ്റ് നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. ഫ്രണ്ട്സ്, പുറത്ത് നല്ല മഴയുണ്ട്. അത് ഡിസ്റ്റർബ് ആവുമോ അറിയത്തില്ല. നല്ല മഴയാണ്. ആ സമയത്ത് നമുക്ക് നന്നായിട്ട് ചിക്കി ഇളക്കി ഇടയ്ക്കിടയ്ക്ക് ചിക്കി നമുക്ക് എടുക്കാവുന്നതാണ്. എങ്കിലേ നല്ല തുറ എന്നുള്ള സൂപ്പർ ടേസ്റ്റിലുള്ള ക്യാരറ്റ് തോരൻ നമുക്ക് കിട്ടുകയുള്ളൂ. ഇതാ നല്ല ടേസ്റ്റിലുള്ള ക്യാരറ്റ് തോരയിൽ ഒരുപാട് എണ്ണയോ ഒന്നും തന്നെ ചേർത്തിട്ടില്ല. കുറച്ച് വെള്ളം ഒഴിക്കുകയോ അങ്ങനെ ഒന്നുമില്ല. എല്ലാം ആവിയിലിരുന്ന് നന്നായിട്ട് വെന്ത് വന്നതാണ്. ഫ്രണ്ട്സ്, നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്തൊരു